എടാ, ദുൽഖർ സൽമാൻ്റെ പഴയ ഒരു മാസ് ഡയലോഗ് ഉണ്ടായിരുന്നു, എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങളാണ്. ഏത് സിനിമ എന്ന് എനിക്ക് ഓർമ്മയില്ല. CIA ആണോ എന്ന് ഡൗട്ട് ഉണ്ട്. സിനിമ ഏതാണെന്ന് അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലാംഗ്വേജ് എക്സാം ഇന്ന് കഴിഞ്ഞു. ഇനി കുറച്ച് കുട്ടികൾക്ക് എന്താണ് മാത്സും ബയോളജിയും ഇംഗ്ലീഷും ഉണ്ട്. വേറെ കുറച്ച് ആൾക്കാർക്ക് മാത്സും ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ. ആൻഡ് അതോടുകൂടി നിങ്ങളുടെ +2 ജീവിതം തീർന്നു. ആ +2 ജീവിതത്തിൻ്റെ നൊസ്റ്റാൾജിയകളെ കുറിച്ചൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് ആദ്യം ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇൻ കേസ് ഈ ഒരു +2 എക്സാമിൻ്റെ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ താഴെയാണ്, അതായത് നിങ്ങൾ ഒരുപക്ഷെ +2 അങ്ങ് പൊട്ടി എന്ന് തന്നെ കരുതാം, ഉറപ്പായിട്ടും നിങ്ങളെ പാരൻസ് ചീത്ത പറയും, ചിലപ്പോൾ വടിയെടുത്ത് അടിച്ച് തന്നെ വരും. പക്ഷേ എന്നാലും അതിനുശേഷവും അവർ നിങ്ങളുടെ കൂടെ നിൽക്കൂലേ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യൂലേ? ഒരു സംശയം വേണ്ട, സപ്പോർട്ട് ചെയ്യണ്ട. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങളെ പാരൻസ് സപ്പോർട്ട് ചെയ്യണം. അതായത് നിങ്ങൾക്ക് എന്താണ് 90 സ്കോർ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഒരു 75 ആയി കഴിഞ്ഞാൽ നിങ്ങൾ കോളേജ് അഡ്മിഷന് വേണ്ടി അവർ സപ്പോർട്ട് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യും. അതായത് ഒരുപക്ഷെ എന്തായിരിക്കും, എക്സാം എഴുതിയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്ലൈ ചെയ്തോ നിങ്ങളെ പിന്നാലെ നടക്കാൻ നിങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ്, നല്ല കോളേജിലൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും കോളേജിലെ മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാനേജ്മെൻറ്റ് കമ്മിറ്റിയുള്ള ആൾക്കാരുടെ വീട്ടിലേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യും, അവർ ഓടും. ഒരു സംശയവും വേണ്ട. അത് 10ാം ക്ലാസ്സിൽ സംഭവിച്ചിട്ടില്ലേ? 10ാം ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവർക്കും ഫുൾ A+ ഒക്കെ ആണോ? അല്ലല്ലോ. അപ്പം കുറച്ച് മാർക്ക് കുറഞ്ഞപ്പം A+ൻ്റെ എണ്ണം കുറഞ്ഞപ്പോൾ ചിലപ്പോൾ അവരൊന്ന് മുഖം കാർപ്പിച്ചിട്ടുണ്ടാവും, അല്ലെ ചിലപ്പോൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ +1 നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സ്കൂൾ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ? പക്ഷേ ഇതൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എത്തിക്കഴിഞ്ഞാൽ ഈ സപ്പോർട്ടൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു വരും കേട്ടോ. ഒരു സംശയം വേണ്ട. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ, എൻ്റെ ഉമ്മ ഒരു സ്കൂൾ ടീച്ചറാണ്. ഈ സ്കൂൾ ടീച്ചേഴ്സ് വെറുതെ മക്കളുടെ കാര്യത്തിൽ കുറച്ച് അധികം ഇടപെടുന്നു എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ട്. പക്ഷേ കോളേജ് എത്തിയതിന് ശേഷം മെല്ലെ എന്താണ്, ഒരുപാട് കാര്യങ്ങളിലെ ഡിസിഷൻസൊക്കെ എനിക്ക് തന്നെ വിട്ടുതന്നു. അതിൻ്റെ കോൺസിക്വൻസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതായത് ഇത്രയും കാലം നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ നിങ്ങളെടുത്ത തീരുമാനങ്ങളും നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെയും കോൺസിക്വൻസസ് ബെയർ ചെയ്യാൻ എന്താണ്, നിങ്ങളുടെ പാരൻസും കൂടെ ഉണ്ടായിരുന്നു. ശരി, കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, സ്വയം അതിൻ്റെ കോൺസിക്വൻസസ് ബെയർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മറ്റേ സിനിമയിൽ ദുൽഖർ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വിധി നിങ്ങളുടെ തീരുമാനങ്ങളായിരിക്കും. പക്ഷേ ഇവിടെ ഒരു കോമഡി ഉണ്ട് കേട്ടോ. ശരിക്കും അത് ആ ഡയലോഗ് എന്ന് ആലോചിച്ച്, നിങ്ങളുടെ വിധി അല്ലെ എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങൾ അല്ലെ നിങ്ങളുടെ വിധി നിങ്ങളുടെ തീരുമാനമാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്തായിരിക്കും, വലിയ ഫ്ലാറ്റിൽ ഐഫോണും അല്ലെങ്കിൽ ലംബോർഗിനി കാറൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മളതൊക്കെ തീരുമാനിച്ചിട്ടില്ലേ? പക്ഷേ ആ തീരുമാനങ്ങൾ മാത്രമല്ലല്ലോ, അതിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മളുടെ ആക്ഷനും കൂടെ ഉണ്ട് അല്ലേ? അതായത് നമ്മളുടെ വിധി ഇനി തീരുമാനിക്കപ്പെടാൻ പോകുന്നത്, നിങ്ങളുടെ വിധി ഇനി തീരുമാനിക്കപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളെടുക്കുന്ന ആക്ഷൻസുമാണ്. ശരിയല്ലടാ അല്ലേ? സത്യമല്ലേ? അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാറ്റത്തിലേക്കുള്ള തുടക്കമാണ്. അതിന് ഒരുപാട് കാലമൊന്നുമില്ല. ഈ മാർച്ച് 28 കൂടി നിങ്ങളുടെ +2 കഴിയും. പിന്നെന്താ, ഏപ്രിൽ മെയ് ജൂൺ ജൂലൈയോടുകൂടി നിങ്ങൾ ഓരോരുത്തർ എന്ത് ചെയ്യും, ഓരോ കോളേജുകളിലേക്ക് എത്തും. ഇവിടെ ആകെ എക്സെപ്ഷൻ വരാൻ പോകുന്നത് നീറ്റിനും ജെയ്ക്കൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് പാരൻസിൻ്റെ ആ ഒരു സപ്പോർട്ട് കിട്ടാനുള്ള ഭാഗ്യം ഒരു വർഷം കൂടെ കിട്ടും. അതിന് ബാക്കി എല്ലാ ആൾക്കാരും, അതായത് ഏകദേശം 4 ലക്ഷം കുട്ടികൾ +2-ലുണ്ട്. ആ 4 ലക്ഷത്തിൽ ഒരു 30,000-40,000 കുട്ടികൾ എന്ത് ചെയ്യും, ഈ റിപ്പീറ്റ് ചെയ്യാൻ പോകാനായിരിക്കും. ബാക്കി 3,60,000 ആൾക്കാരും കോളേജിൻ്റെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളും അതിനനുസരിച്ചുള്ള ആക്ഷൻസും നിങ്ങളുടെ വിധി തീരുമാനിക്കപ്പെടാൻ പോകും. ഒരു 4 മാസമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും സങ്കടകരമായ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 29-30 വയസ്സായിട്ടും പല കുട്ടികൾക്കും ഒരു തീരുമാനം എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ തീരുമാനം എടുത്തിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ എന്ത് ചെയ്യാറില്ല, പറ്റാറില്ല. കാരണം അവരൊരിക്കലും അത് ശീലിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളിനി ഒരു കോളേജിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ 1 ഡിസിഷൻ എടുക്കേണ്ടി വരിക വല്ലപ്പോഴും മാത്രമാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ മുന്നിലുള്ള 2-3 എക്സാംസ് ഇല്ലേ, ആ എക്സാം മുതൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നിങ്ങളെല്ലാവർക്കും എന്താ, എനിക്ക് തോന്നുന്നു 17-ാം തീയതി, ഇനി 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്സ് എക്സാം വരിക. മാത്സ് എക്സാമിന് 95 അല്ലെങ്കിൽ 95% അല്ലെങ്കിൽ 60-ൽ 55 മാർക്കിൻ്റെ മുകളിൽ സ്കോർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുകയും ചെയ്യാം. അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. അതിനുശേഷം ബയോളജി, അതിനുശേഷം ലാംഗ്വേജ്. അതായത് മാത്സും ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മാത്സും ഇംഗ്ലീഷും എന്ന് പറഞ്ഞാൽ 2 ധ്രുവങ്ങളിലുള്ള സബ്ജക്റ്റാണ്. രണ്ടിനും തീരുമാനം ഒന്ന് തന്നെയാണെങ്കിലും പ്രവൃത്തി പല രീതിയിൽ വേണ്ടി വരും. മാത്സ് പഠിക്കുന്ന പോലെ അല്ല ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരും. പക്ഷേ ഇത് രണ്ടും നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. അങ്ങനെയാണെങ്കിൽ +2-ന് ശേഷം ഏത് കോഴ്സ് എടുക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനും പറ്റും. ആ കോഴ്സ് എടുക്കുമ്പോൾ അവിടെ എന്താണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അതുമാത്രമല്ല, അതൊരു തുടക്കം മാത്രമായിരിക്കും. ലൈഫിലൊക്കെ നിങ്ങളുടെ വിധി തീരുമാനിക്കപ്പെടാൻ പോകുന്ന
നിർണായക തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനും പറ്റും, അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റും. സോ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ? എന്തിനാണ് 4 മാസം വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ വിധി നിങ്ങളുടെ തീരുമാനങ്ങളാണെങ്കിൽ 17-ാം തീയതി നടക്കുന്ന മാത്സ് എക്സാമിന് എന്താണ് നിങ്ങളുടെ തീരുമാനം? നിങ്ങൾ കമൻറ്റ് ചെയ്യും. 60-ൽ എത്ര മാർക്ക് വാങ്ങുമെന്നും മാത്രം കമൻറ്റ് ചെയ്താൽ മതി. അതിന് വേണ്ടി നിങ്ങൾ പഠിക്കുമല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം.